പന്തളം NSS കോളേജിൽ ട്രെയിനിങ് കോളേജിൽ 22 അധ്യാപകരും അനധ്യാപകരുണ്ട്. ഈ 22 പേരും നായർ കമ്മ്യൂണിറ്റിയാണ്. അതുപോലെ ചങ്ങനാശ്ശേരി NSS ട്രെയിനിങ് കോളേജുണ്ട്. അവിടെ 23 അധ്യാപകരും അനധ്യാപകരും 23 പേരും നായർ കമ്മ്യൂണിറ്റിയാണ്. എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ ഏതാണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് കണക്കുകൾ 32,000-ഓളം അധ്യാപകരും അനധ്യാപകരും ഉണ്ടെന്നാണ്. അവരിൽ പട്ടികജാതിപ്പെട്ടവർക്ക് പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഏതാണ്ട് 1000-ന് താഴെയാണ്. 1% താഴെയാണ് അവരുടെ പ്രാതിനിധ്യം. 2009-10 കിലയും പട്ടികജാതി വികസന വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായിട്ട് ഒരു പഠനം നടത്തുന്നു. ആ പഠനത്തിനകത്ത് വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കിന്റെ വലിയൊരു കണക്ക് അവതരിപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് 55,000-ഓളം വിദ്യാർത്ഥികൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. 7 MBBS വിദ്യാർത്ഥികൾ ഈ സമയത്ത് ഡ്രോപ്പ് ഔട്ടായി. സംഘപരിവാറാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതേസമയത്ത് സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കുന്ന അവരുടെ സൈദ്ധാന്തികരുടെ പുസ്തകങ്ങൾ, പാഠപുസ്തകങ്ങൾ ഇവിടെ സർവകലാശാല സിലബസിൽ ഉൾപ്പെടുത്തുന്നതിനൊന്നും പ്രശ്നമല്ല. ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് തന്നെ RSSന്റെ അണ്ടറിൽ രൂപപ്പെടുന്ന ഒരു കാര്യമാണ്. ആ രീതിയിലെല്ലാം വിദ്യാഭ്യാസത്തെ മൊത്തത്തിൽ സംഘപരിവാറിന്റെ അജണ്ടയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ഇടപെടലൊക്കെ നടത്തുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് വളരെ കൃത്യമായി വേദി ഒരുക്കുകയും എന്നാൽ കേരളത്തിനകത്ത് സംഘപരിവാറാണ് പ്രശ്നക്കാർ എന്ന് സ്ഥാപിച്ചെടുക്കുന്ന ഒരു യുക്തിയുണ്ട്. ഈ വിധി വന്ന സമയത്ത് ഞങ്ങൾ AK ബാലനാണ് അന്ന് മന്ത്രിനെ പോയി കാണുന്നുണ്ട്. ഞങ്ങളോട് പറഞ്ഞത്, എടോ ഈ പ്രശ്നം ഞങ്ങൾ ഇത് നടപ്പാക്കി കഴിഞ്ഞാൽ വിമോചന സമരം ഉണ്ടാവും, ഞങ്ങൾ സ്റ്റെബിലിറ്റി പോവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ സമുദായങ്ങൾ മൊത്തം ചേർന്നിട്ട് വലിയ സമ്മർദ്ദം ഉണ്ടാക്കും, വലിയ സമരം ചെയ്യും. ഇടതുപക്ഷ സിൻഡിക്കേറ്റ് ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ളത്. ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ശ്യാംകുമാറിനെ പോലെ 4 ഉദ്യോഗാർത്ഥികൾ സുപ്രീം കോടതി കടന്ന് ഹൈക്കോടതിയുടെ 2 നിർദ്ദേശം നടന്നിട്ട് പോലും എന്തുകൊണ്ട് അവരെ നിയമിക്കുന്നില്ല? അതാണ് ജാതി എന്ന് പറയുന്നത്. 1,60,000 പോസ്റ്റുകൾ ഇനി ഒഴിഞ്ഞു കിടക്കുകയാണ്. 1,60,000 പോസ്റ്റുകൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളാൽ ഫില്ല് ചെയ്യപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക? അവരുടെ കീഴിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഗവേഷണം ചെയ്യും. അവർ വലിയ വൈജ്ഞാനിക വിപ്ലവം ഉണ്ടാക്കും. ഇത് ഭയപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇപ്പം സാമ്പത്തികവും അല്ലാത്തതുമായിട്ടുള്ള കാരണങ്ങളാൽ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലും ആധികാരികമായിട്ടുള്ള പഠനങ്ങൾ ലഭ്യമാണോ? ഉണ്ട്. ഇപ്പം 2009-10 കിലയും പട്ടികജാതി വികസന വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായിട്ട് ഒരു പഠനം നടത്തുന്നു. ആ പഠനത്തിനകത്ത് വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കിന്റെ വലിയൊരു കണക്ക് അവതരിപ്പിക്കുന്നുണ്ട്. ആ കാലയളവിൽ ഏതാണ്ട് 55,000-ഓളം വിദ്യാർത്ഥികൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിലേറ്റവും വലിയ ഒരു വിഷയം എന്ന് പറയുന്നത് 7 MBBS വിദ്യാർത്ഥികൾ ഈ സമയത്ത് ഡ്രോപ്പ് ഔട്ടായി. അപ്പം ഡ്രോപ്പ് ഔട്ടിന്റെ ഒരു കാര്യം ആ സ്റ്റഡിയിൽ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ റീസൺസ് അതിനകത്ത് പറയുന്നില്ല. അത് വേറൊരു എലമെന്റിന് വേണ്ടിയാണ് ആ സ്റ്റഡി നടത്തുന്നത്. പക്ഷെ ഈ റീസൺസ് പറയുന്ന ഒരു സ്റ്റഡി എന്ന് പറയുന്നത് 2017 ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ സ്റ്റഡീസ്, ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു സ്ഥാപനമാണ്. അവരൊരു സ്റ്റഡി നടത്തി. ആ സ്റ്റഡിയിൽ പറയുന്നത് റീസൺസ്, അതായത് അതിലും ഈ പറയുന്ന വിദ്യാർത്ഥിയുടെ കൊഴിഞ്ഞുപോക്ക് വലിയൊരു വിഷയം. കൊഴിഞ്ഞുപോക്കിന് റീസൺസ് പറയുന്നത് 40% വിദ്യാർത്ഥികളും പഠനം നിർത്തുന്നത് സാമ്പത്തിക പ്രയാസം കൊണ്ടാണെന്നാണ്. അതുപോലെ 4% സ്ഥാപനങ്ങളിലെ ജാതി വിവേചനം മൂലം പഠനം ഉപേക്ഷിക്കുന്നുണ്ട്. 4% മൊത്തം. അതുപോലെ തന്നെ 20% വിദ്യാർത്ഥികൾ പഠനം നിർത്തുന്നത് കുടുംബത്തിന്റെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. അടിസ്ഥാനപരമായെന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഫിനാൻസ് തന്നെയാണ്. അവർക്ക് ആക്സസ് കൊടുക്കുക, അവരുടെ കാര്യങ്ങൾ, ഭക്ഷണം, വസ്ത്രം, അവരുടെ യാത്ര, ഈ തുടങ്ങിയ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാന്നുള്ള. അപ്പം അടിസ്ഥാനപരമായി നോക്കിയാൽ 40-60% വിദ്യാർത്ഥികൾ ഡ്രോപ്പ് ഔട്ട് ആവുന്നത് ഫിനാൻഷ്യൽ പ്രശ്നം കൊണ്ടാണെന്നുള്ളതാണ് ഒരു വസ്തുത.
ഈ ഒരു യാഥാർത്ഥ്യം നമ്മളെ മുമ്പിൽ നിൽക്കുന്നു. മാത്രമല്ല ഈ റിപ്പോർട്ട് പട്ടികജാതി വികസന വകുപ്പിലേക്ക് ഇവർ കൈമാറിയിട്ടുണ്ട്. ഗിഫ്റ്റ് മുന്നിലുണ്ട്, അവരെ മുമ്പിലുണ്ട്, ഗവൺമെന്റിന്റെ മുമ്പിലുണ്ട് എന്നർത്ഥം. അപ്പം ഇത്രയും കാര്യം അവരെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന രീതിയിൽ ഇവർ നെഗ്ലിജന്റ് ആയിട്ട് ഇടപെട്ടുകൊണ്ട് അവരുടെ നിലവിലുള്ള പിന്നെ ഗ്രാന്റ് പോലും 4-5 വർഷം ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ വൈകുന്ന രീതിയിൽ ഇടപെടുന്നു. ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അപ്പം ഇവർക്കറിയാം പ്രശ്നം, ഇത് ആൾറെഡി ഡ്രോപ്പ് ഔട്ടിന്റെ കാര്യം ഫിനാൻഷ്യലാണ്. അതിനെ ഒന്നുകൂടി എരുതിയിൽ എണ്ണ ഒഴിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒന്നുകൂടി ആളി കത്തിക്കാനാണ് ഈ വകുപ്പ് തയ്യാറാവുന്നതെന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു ചിത്രം നിലവിൽ. ഇപ്പൊ കേരളത്തിലെ അക്കാദമിക് ഗവേഷണ മേഖലയിലെ ജാതി വിവേചനത്തിന്റെ ചിത്രമാണ് ബിപിൻ വിജയൻ മുന്നോട്ട് വെക്കുന്നത്. ഇതിനു മുമ്പും നിരവധി വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബിപിൻ വിജയന്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാത്തരം നിയമപ്രകാരം അക്കാദമികവുമായിട്ടുള്ള മൂല്യനിർണ്ണയം കഴിഞ്ഞിട്ടാണ് ഈ PhD ബിരുദ അദ്ദേഹത്തിന് നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലെത്തുന്നത്. അതായത് അതിൻ്റെ ഒരു ഓപ്പൺ ഡിഫൻസ് വരുന്നു, എക്സ്പെർട്ടിൻ്റെ നേതൃത്വത്തിൽ ചെയർമാനായിട്ടുള്ള ഒരു ഓപ്പൺ ഡിഫൻസ് നടക്കുന്നു. 3 പേരും അതിനെ പ്രപ്പോസ് ചെയ്യുന്നു. അത് അവൈലബിൾ ആയിട്ടുള്ളൊരു പ്രബന്ധമാണ്. എന്നിട്ട് അത് PhD ബിരുദത്തിന് വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്നു. എന്നിട്ടാണ് ഈ വിജയകുമാരി എന്ന് പറഞ്ഞ ഡീൻ നിയമവിരുദ്ധമായിട്ടുള്ള തൻ്റെ അധികാരം പ്രയോഗിച്ചിട്ട് അതിനെതിരെ കുറ്റവിചാരണ നടത്തുന്നത് ഈ വിദ്യാർത്ഥിക്കെതിരെ. അക്കാദമിക മേഖലയിൽ എന്നിട്ടും ഇത്രയും നഗ്നമായിട്ടുള്ള ഒരു അധികാര ദുർവിനിയോഗവും ജാതി വിവേചനവും നടന്നിട്ടും ഈ അക്കാദമിക മേഖലയിൽ നിന്ന് കാര്യമായിട്ടുള്ളൊരു പ്രതിഷേധമൊന്നും രൂപപ്പെട്ട് കണ്ടില്ല. അതിനെതിരായിട്ടുള്ളൊരു അഭിപ്രായ പ്രകടനങ്ങൾ കാര്യമായിട്ട് വന്നില്ല. അപ്പോൾ ഈ അക്കാദമിക മേഖലയിലെ ജാതി എന്നുള്ളത് ഒരു വലിയ അതിൽ എവിഡൻ്റാണ് റെസ്പോൺസില്ലായ്മയെന്ന്. പക്ഷേ ഇവിടെ നമ്മൾ സാധാരണ ഈ പ്രതികരണങ്ങൾ നോക്കുമ്പോൾ കാണാതെ ഇപ്പോൾ സമീപകാലത്ത് സംഘപരിവാർവൽക്കരണം വളരെയധികം നടന്നു വരുന്നു കേരളത്തിലെ സർവകലാശാലകളിൽ. പക്ഷെ സംഘപരിവാർവൽക്കരണം അതൊരു യാഥാർത്ഥ്യമായിരിക്കെ തന്നെ ആ സംഘപരിവാർവൽക്കരണം എന്ന് പറഞ്ഞൊരു ഒറ്റ പോയിന്റിൽ ഈ അക്കാദമിക മേഖലയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഈ ജാതി വിവേചനത്തിന് നമുക്ക് കൂട്ടിക്കെട്ടാൻ കഴിയുമോ? ജാതി എന്ന് പറഞ്ഞ് കുറേയും കൂടിയും വിപുലമായിട്ട് രൂഢമൂലമായിട്ടുള്ളൊരു റിയാലിറ്റി അല്ലേ ശരിക്കും അക്കാദമിക ഗവേഷണ മേഖലയിൽ പ്രത്യേകിച്ചും? അതെ, ഈ വിഷയത്തിൽ ഇപ്പം എന്തുകൊണ്ടാണ് അക്കാദമിക് മേഖലയിലുള്ള ദളിത് ഗവേഷകരുണ്ട്, അധ്യാപകരുണ്ട്, ഇന്റലക്ച്വൽസ് ഉണ്ട്, അവരുടെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ടൊരു റെസ്പോൺസ് ഉണ്ടായില്ല എന്ന് ചോദിച്ചാൽ, ഇപ്പം ശ്യാംകുമാറിനെ പോലുള്ള ആൾക്കാർ അതിനകത്ത് വളരെ കൃത്യമായിട്ടുണ്ട്. പക്ഷേ ക്യാമ്പസിൽ ഇപ്പം സർവകലാശാലകൾക്ക് കീഴിലുള്ള അധ്യാപകരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നില്ല എന്നുള്ളതിന്റെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നേരത്തെ അവർക്ക് ഒരു മുന്നിൽ ചില അനുഭവങ്ങളുണ്ട്. ഇപ്പം KS മാധവൻ, ഡോക്ടർ KS മാധവൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരാണ്, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറാണ്. ഇപ്പം അദ്ദേഹം അവിടെ ഒരു അധ്യാപക നിയമനത്തിനുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. ആ നോട്ടിഫിക്കേഷനകത്ത് പിന്നെ SC ST OBC ഏത് വിഭാഗമാണെങ്കിലും സംവരണ റൊട്ടേഷൻ പറഞ്ഞുകൊണ്ട് ഏതൊക്കെ സംവരണ റൊട്ടേഷൻ ഉണ്ട്, ഏതൊക്കെ വിഭാഗങ്ങൾക്ക് സംവരണമുണ്ട് എന്ന് മുൻകൂട്ടി നോട്ടിഫൈ ചെയ്തിട്ട് മാത്രമേ അപേക്ഷ ക്ഷണിക്കാൻ കഴിയൂ. അങ്ങനെ ചെയ്യാതെ അപേക്ഷ ക്ഷണിച്ചതിനെതിരെ ഡോക്ടർ PK പോക്കറും ഇദ്ദേഹവും KS മാധവനും ലേഖനം എഴുതി. ആ ലേഖനം എഴുതിയതിന് അദ്ദേഹത്തിന് വിശദീകരണം ചോദിച്ചു. അദ്ദേഹത്തിനെ വലിയ രീതിയിൽ പിന്നെ സർവകലാശാല സമ്മർദ്ദപ്പെടുത്തി. ഒടുവിൽ അദ്ദേഹത്തിനെ ആ കേസിൽ നിന്ന് വെറുതെ വിട്ടു. എങ്കിൽ പോലും ഈ രീതിയിലുള്ള പല ശിക്ഷാ നടപടികളുടെ വഴിയിലൂടെ നടത്താനുള്ള വലിയൊരു സംഘടിതമായ ശ്രമം ഈ പറയുന്ന പുരോഗമന ക്യാമ്പസിനകത്തുണ്ട്, അല്ലെങ്കിൽ അക്കാദമിക് മേഖലയിലുണ്ട്. ഇതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം വരാതിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇവിടെ ഒരു എളുപ്പവഴിയാണ്. സംഘപരിവാറാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതേസമയത്ത് സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കുന്ന അവരുടെ സൈദ്ധാന്തികരുടെ പുസ്തകങ്ങൾ, പാഠപുസ്തകങ്ങൾ ഇവിടെ സർവകലാശാല സിലബസിൽ ഉൾപ്പെടുത്തുന്നതിനൊന്നും പ്രശ്നമല്ല. ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് തന്നെ RSSന്റെ അണ്ടറിൽ രൂപപ്പെടുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെയും പട്ടികജാതി OBC വിഭാഗങ്ങളുടെയും ഒക്കെ അവകാശങ്ങൾ ഹനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. മാത്രമല്ല സർവകലാശാലയുടെ
അക്കാദമിക് ആയ സുതാര്യതയെ, അക്കാദമിക് ആയ സ്വയംഭരണത്തിനൊക്കെ സ്വയംഭരണത്തെ മാത്രമല്ല ആ ഇന്റലിജൻഷ്യയെ പോലും തയ്യാറാക്കുന്ന രീതിയിൽ. അപ്പം ഈ പറഞ്ഞ ചാണകത്തുനിന്ന് പ്ലൂട്ടോണിയം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞതുപോലുള്ള ഒരുപാട് യുജിസിയുടെ ഡ്രാഫ്റ്റ് ഭയങ്കര അപകടം പിടിച്ച സാധനങ്ങളാണ്. അപ്പം ആ രീതിയിലെല്ലാം വിദ്യാഭ്യാസത്തെ മൊത്തത്തിൽ സംഘപരിവാറിന്റെ അജണ്ടയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഇടപെടലൊക്കെ നടത്തുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് വളരെ കൃത്യമായി വേദി ഒരുക്കുകയും, എന്നാൽ കേരളത്തിനകത്ത് സംഘപരിവാറാണ് പ്രശ്നക്കാർ എന്ന് സ്ഥാപിച്ചെടുക്കുന്ന ഒരു യുക്തിയുണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ പറയുന്നത് പോലെ ന്യൂനപക്ഷങ്ങളും ദളിതരും ആദിവാസികളും ഒക്കെ ഉന്നയിക്കുന്ന വിഷയങ്ങളോട് മുഖം തിരിച്ച് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ട് മാത്രമേ കാണാൻ കഴിയൂ. ഇപ്പം ഇതോടൊപ്പം നമ്മൾ പറയേണ്ട ഒരു കാര്യം, കേരളത്തിലെ എയ്ഡഡ് കോളേജുകളിലെ അധ്യാപക അനധ്യാപക നിയമനത്തിലെ സംവരണ അട്ടിമറിയാണ്. ഒരുപക്ഷെ ഒരു 15 വർഷമായിട്ടുണ്ടാകും അതിൻ്റെ കേസൊക്കെ തുടങ്ങിയിട്ട്. താങ്കൾ അതിൽ സജീവമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. അതിപ്പോൾ ഹൈക്കോടതിയും കടന്ന് സുപ്രീം കോടതിയിലാണ് ആ കേസ് നിൽക്കുന്നത്. കേരളത്തിലെ പ്രബല സമുദായങ്ങൾ നടത്തുന്ന ഈ എയ്ഡഡ് സ്ഥാപനങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇപ്പോഴത്തെ അവസ്ഥ? അതെങ്ങനെയാണ് ഒരു സർക്കാരിൻ്റെ പൈസ വാങ്ങിയിട്ട് ഒരു 30% അതിൻ്റെ ബഡ്ജറ്റ് വിഹിതത്തിന് ചിലവാക്കുന്ന, ശമ്പളത്തിനും മറ്റുമായിട്ട് ചിലവാക്കുന്ന സ്ഥാപനങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ എങ്ങനെയാണ് ഈ ജാതി കോളനികളായിട്ട് നിലനിർത്താൻ കഴിയുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ, ഇപ്പോൾ കേരളം പുരോഗമനാണെന്ന് പറയുന്നു, വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ അതിലൊക്കെ ഈ പറഞ്ഞതുപോലെ വലിയ എക്സ്ക്ലൂഷൻ സ്ഥാപിച്ചെടുത്തുകൊണ്ടാണ് ഇത് നടപ്പാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ അതിപിന്നോക്ക വിഭാഗങ്ങളെ പുറന്തള്ളിക്കൊണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസം പുരോഗമിച്ചെടുത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം 1957 വിദ്യാഭ്യാസ ബില്ല് വരുന്നു. അതിൻ്റെ മുൻപ് തന്നെ 1869 മുതലാണ് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ രൂപപ്പെട്ടതാണ്. അപ്പോൾ അവിടെയൊന്നും പറയുന്നത് പോലെ മാനേജ്മെൻറ്റുകൾ, അതായത് സമുദായങ്ങളാണ് വലിയ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. അത് കാലക്രമേണ അവർ കൂടുതൽ പിടിമുറുക്കി എന്നുള്ളതാണ്. ഇപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡഡ് മേഖല വലിയ ഒറ്റക്കക്ഷിയാവുകയും സർക്കാർ സ്ഥാപനങ്ങൾ വളരെ ചുരുങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. അത് ഈ പറയുന്ന മാനേജ്മെൻറ്റുകളെ, സമുദായങ്ങളെ എന്ത് ചെയ്തു, പീഡിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കൂടുതൽ സ്ഥാപനങ്ങൾ കൊടുത്തുകൊണ്ടാണ് സർക്കാർ ഇത് സ്ഥാപിച്ചെടുത്തത്. അതിലൂടെ സംഭവിച്ചത് ഈ പറയുന്ന അതുപോലെ കേരളത്തിലെ പ്രബലമായ 4 സമുദായങ്ങളാണ്. പ്രബലം എന്ന് പറഞ്ഞാൽ ആപേക്ഷികമായ പ്രബലം എന്ന് പറയാം. അപ്പം NSSഉം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളാണ് കേരളത്തിലെ പ്രബലമായ ശക്തി എന്ന് പറയാവുന്നത്. മുസ്ലിം മാനേജ്മെൻറ്റുകളുണ്ട്, അതുപോലെ ഈഴവ മാനേജ്മെൻറ്റുകളുണ്ട്, SN ട്രസ്റ്റ്. അപ്പം ഇവരുടെ കയ്യിലാണ് കേരളത്തിലെ എയ്ഡഡ് മേഖലയുടെ ഭൂരിപക്ഷവും. അപ്പം അത്തരം ഭൂരിപക്ഷ സ്ഥാപനങ്ങളിലെയും 60-നും 90-നും ഇടയിൽ പ്രാതിനിധ്യം അതാത് സമുദായങ്ങൾക്കാണ്. ചില സ്ഥാപനങ്ങളിൽ 100%. ഇപ്പം അത് ഏത് സമുദായം? അത് NSSന്റെ എല്ലാ സമുദായങ്ങളും. അതിൽ NSSന്റെ 12 NSS കോളേജിൽ, ട്രെയിനിങ് കോളേജിൽ 22 അധ്യാപകരും അനധ്യാപകരുണ്ട്. ഈ 22 പേരും നായർ കമ്മ്യൂണിറ്റി. അതുപോലെ ചങ്ങനാശ്ശേരി NSS ട്രെയിനിങ് കോളേജുണ്ട്. അവിടെ 23 അധ്യാപകരും അനധ്യാപകരും, 23 പേരും നായർ കമ്മ്യൂണിറ്റിയാണ്. എങ്ങനെയാണ് ഇത് വരുന്നത്? ഒരു ജനാധിപത്യ രാഷ്ട്രത്തിനകത്താണ്, ഒരു പുരോഗമന രാഷ്ട്രീയം എന്നൊക്കെ മാറ്റി വെച്ചേക്കാം. എങ്കിലും എങ്ങനെയാണ് പൊതു ഫണ്ടിൽ നിന്ന് ശമ്പളം കൊടുക്കുന്ന, എന്ന് വെച്ചാൽ UGCയും എല്ലാം നേടിയിട്ടുള്ള അധ്യാപകർ തന്നെയാണ്. അധ്യാപകർക്ക് ക്വാളിഫിക്കേഷൻ്റെ പ്രോബ്ലം ഒന്നുമില്ല. മറിച്ച് ഒരു പ്രത്യേക കാറ്റഗറിയുള്ള നായർ കമ്മ്യൂണിറ്റി മാത്രം എങ്ങനെ അവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നു, അതിലൊരു ലജ്ജയും കേരളത്തിന് ഇല്ല എന്നുള്ളത്. മാത്രമല്ല അവിടെ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നത് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവരുടെ പ്രാതിനിധ്യം എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ ഏതാണ്ട് 1,22,000 ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് 1,32,000-ഓളം അധ്യാപകരും അനധ്യാപകരും ഉണ്ട് എന്നാണ്. അവരിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗം പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഏതാണ്ട് 1000-ന് താഴെയാണ്, 1% താഴെയാണ് അവരുടെ പ്രാതിനിധ്യം. ഏതാണ്ട് ഇപ്പം ഈ ഏറ്റവും 2025-26 ബജറ്റ് രേഖ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 18,000 കോടി രൂപയാണ് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ ശമ്പളം മാത്രമായിട്ട് നൽകുന്നത്. 18,000 കോടി രൂപ.
പെൻഷൻ എന്ന് പറയുന്നത് ഒരു 4500 കോടി വേറെയുണ്ട്. ഉം. ശമ്പളം മാത്രമാണ് അതെ. ഈ പറഞ്ഞത്. ഏതാണ്ട് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്ന ഉം. ശമ്പളത്തിന്റെ 40% ഉം. എയ്ഡഡ് മേഖലയ്ക്കാണ്. അതൊക്കെ ഈ നൽകുന്നത്. സമുദായങ്ങൾക്ക് മാത്രമായിട്ട്. അത് ഈ പറയുന്ന 4 സമുദായങ്ങളാണ് ഉം. അതിന്റെ ഷെയർ ഹോൾഡേഴ്സ്. അതെ. അതിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗ പ്രാതിനിധ്യം ഉം. 1% ഉം. താഴെയാണെന്നുള്ളതാണ് പ്രശ്നം. ഉം. അപ്പൊ ഈ വിഭവം ഇതൊരു പൊതുജനാധിപത്യത്തിൽ എല്ലാവരും ക്കും ഷെയർ ചെയ്യേണ്ട വിഭവമാണെന്നും ഉം. ആ വിഭവത്തിൽ പങ്കാളിത്തം ഉണ്ടാണെന്നും ഉം. ഒരു തുല്യത, ഉം. അവസര സമത്വം, ഉം. ഈ 2 സാധനവും അവിടെ ഇല്ല. ഉം. എന്ന് പറഞ്ഞാൽ ഭരണഘടനയ്ക്ക് വെളിയിലായിട്ടുള്ള ഉം. ഒരു സ്ഥാപനമായിട്ടാണ് എയ്ഡഡ് അതെ. വിദ്യാഭ്യാസ മേഖല കേരളത്തിനകത്ത് തുടരുന്നത്. അതെ. അതിൽ ഈ പറയുന്നത് പോലെ ഗവൺമെന്റിന് ഉം. യാതൊരു പ്രശ്നവുമില്ല. ഇപ്പം അതെ, അതെ. ഈ വിഷയത്തിൽ തന്നെ എയ്ഡഡ് മേഖലയിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരുകളുടെ എങ്ങനെയായിരുന്നു പ്രതികരണം എങ്ങനെയായിരുന്നു? സർക്കാർ ആദ്യഘട്ടത്തിൽ നമ്മൾ 2010 കേസ് കൊടുക്കുന്നു. ഉം. 15 വിധി വരുന്നത്. ഉം. 15 വിധി നമുക്ക് അനുകൂലമായിട്ടാണ് ഹൈക്കോടതി വിധി. ഹൈക്കോടതി വിധി, സിംഗിൾ ഉം. ബെഞ്ച് വിധി വന്നത് AM ഷഫീഖ് എന്ന് പറഞ്ഞ ബെഞ്ചിലാണ് ഉം. വിധി. ഉം. അതുകൊണ്ട് UGCയുടെ റോൾ അനുസരിച്ച് SC/ST വിഭാഗങ്ങൾക്ക് സംവരണം നടപ്പാക്കണം. ഉം. 6 മാസത്തിനകം ഉം. സ്റ്റാറ്റ്യൂട്ടിൽ ഭേദഗതി വരുത്തിയിട്ട് റിസർവേഷൻ നടപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് ആ വിധി വന്നത്. ഉം. ആ വിധി വന്ന ഉടനെ തന്നെ എന്ത് ചെയ്തു വെച്ചാൽ ഗവൺമെന്റ് 3 മാസത്തേക്ക് ആ വിധി നീട്ടിവെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഉം. നടപ്പാക്കുന്നത് ഉം. നീട്ടിവെച്ചു. ഉം. ആദ്യം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നു. അപ്പം അങ്ങനെ നീട്ടിവെക്കുന്നു. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ 3 മാസത്തിനിടയിൽ ഉം. അന്ന് ദേവസ്വം ബോർഡുകളിലും ഒക്കെ കുറെ നിയമനം നടത്താനുണ്ടായിരുന്നു. അവിടെയൊക്കെ നിയമനം നടത്താനുള്ള അവകാശം ഗവൺമെന്റ് വിട്ടുകൊടുക്കുന്നു. എല്ലാ നിയമനങ്ങളും ഏതാണ്ട് ഫുള്ളാക്കി നിർത്തി എന്നുള്ളതാണ്. ഈ സമയത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവര് അപ്പീൽ നൽകുന്നത്. NSSഉം SN ട്രസ്റ്റും ഈ വിധിക്കെതിരെ അപ്പീൽ നൽകി. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഇപ്പം 2015 വിധി വരുന്നതിന്റെ മുമ്പേ 4 വർഷം ഈ കേസിൽ ഒരു അഫിഡവിറ്റ് നൽകാൻ ഗവൺമെന്റ് തയ്യാറായില്ല. ഒരു റിട്ടേൺ അഫിഡവിറ്റ് ഗവൺമെന്റ് ആ കേസിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പൊ കൊടുത്തിട്ടില്ല എന്നുള്ള പറയുന്നുണ്ട്. ആ റിട്ടേൺ അഫിഡവിറ്റ് കൊടുത്തത് എയ്ഡഡ് മേഖല എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ സാധനമാണ്, അവിടെ സംവരണം നടപ്പാക്കേണ്ട അവകാശമുണ്ട് എന്നുള്ള അഫിഡവിറ്റ് കൊടുത്തില്ല. അത് അവസാന നിമിഷം ഈ സിംഗിൾ ബെഞ്ച് വരുമ്പോഴേക്ക് വക്കീൽ ഹാജരായി. പക്ഷെ രണ്ടാമത്തെ ഘട്ടം വരുമ്പോഴേക്ക് 15 വിധി വരുന്നു. 15 തന്നെ അവർ അപ്പീൽ നൽകുന്നു. ആ അപ്പീലിന്റെ വിധി 17 വരുന്നത്. അത് 2 ബെഞ്ചാണ് ആ വിധി റദ്ദ് ചെയ്യുന്നത്. AM ഷഫീഖിന്റെ വിധി ബെഞ്ച് റദ്ദ് ചെയ്യാണ്. അവർ പറയുന്നത് എയ്ഡഡ് മേഖല എന്ന് പറയുന്നത് അത് സ്വകാര്യ മാനേജ്മെന്റുകൾ നടക്കുന്ന സ്ഥാപനങ്ങളാണ്. അവിടെ ശമ്പളം നൽകുന്നത് സർക്കാർ ആണെങ്കിലും നിയമനം നടത്തുന്നത് അവരാണ്. അതുകൊണ്ട് അവിടെ നിയമനം നടത്താനുള്ള അവകാശം സർക്കാരില്ല എന്നാണ് മാനേജ്മെന്റിന്റെ വാദം. ഈ വാദം അപ്പടി സ്വീകരിച്ചുകൊണ്ടാണ് ഈ ബെഞ്ചിന്റെ വിധി വരുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ എന്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ 2016 ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് 3% സംവരണം കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. അതായത് എയ്ഡഡ് കോളേജുകളിലെ നിയമത്തിൽ 3% സംവരണം ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് ഇവർ നടപ്പാക്കി ഗവൺമെന്റ് ഉത്തരവിറക്കിയിട്ടുണ്ട്. അങ്ങനെ ഉത്തരവിറക്കിയ സർക്കാർ ഈ 15-17 ഇടയിലും അഫിഡവിറ്റ് കൊടുത്തില്ല. അപ്പൊ വേണമെങ്കിൽ ഗവൺമെന്റിന് പറയാം, ഇതാ 2016 UGCയുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഞങ്ങൾ 3% സംവരണം ഭിന്നശേഷിക്കാർക്ക് കൊടുത്തിരിക്കുന്നു എന്ന് വെച്ചാൽ എയ്ഡഡ് മേഖല എന്ന് പറയുന്ന സ്വകാര്യ സ്ഥാപനങ്ങളോ സർക്കാരിന് സംവരണം നടപ്പാക്കാൻ കഴിയാത്ത മേഖലയോ അല്ല എന്ന് വളരെ കൃത്യമായിട്ട് അവർക്ക് കൊടുക്കാമായിരുന്നു. പക്ഷെ അത് കൊടുത്തില്ല. എന്നിട്ട് 2000 വിധി വന്നു. പിന്നെ അതിനെതിരെ ഇവരെന്ത് ചെയ്തു, SLP ഫയൽ ചെയ്തു. സംവരണം നടപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് SLP ഫയൽ ചെയ്തു. അപ്പം ഈ വിധി വന്ന സമയത്ത് ഞങ്ങള് AK ബാലനാണ് അന്ന് മന്ത്രിനെ പോയി കാണുന്നുണ്ട്. ഞങ്ങളോട് പറഞ്ഞത്, എടോ ഈ പ്രശ്നം ഞങ്ങൾ ഇത് നടപ്പാക്കി കഴിഞ്ഞാൽ വിമോചന സമരം ഉണ്ടാവും, ഞങ്ങൾ സ്റ്റെബിലിറ്റി പോവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ സമുദായങ്ങൾ മൊത്തം ചേർന്നിട്ട് വലിയ സമ്മർദ്ദം ഉണ്ടാക്കും, വലിയ സമരം ചെയ്യും. ഇതേ സമയത്ത് PKS എന്ന് പറയുന്ന സംഘടന സമരം ചെയ്തിട്ടുണ്ട്. PKS എന്ന് പറയുന്ന സമരം ദേവസ്വം ബോർഡ് സ്ഥാപനങ്ങളിൽ സംവരണം ആവശ്യപ്പെട്ടുകൊണ്ട് ആ സമയത്ത് സമരം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും ഗവൺമെന്റ് അംഗീകരിച്ചില്ല. ആ സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം
ഡയറക്റ്റ് ആയിട്ട് മാനേജ്മെന്റിനെതിരെ എന്ന് വെച്ചാൽ പ്രബലമായ സമുദായത്തിനെതിരെ വിമോചന സമര പേടിയുണ്ട്, അവർക്കെതിരെ ഒന്നും ചെയ്യാതിരിക്കുക. എന്നാൽ SLP ഫയൽ ചെയ്യാം. സുപ്രീം കോടതിയിൽ അവർ SLP ഫയലുണ്ട്, ഞങ്ങളും SLP ഫയൽ ചെയ്തിട്ടുണ്ട്. അവിടെ ഗവൺമെന്റ് എന്താണ് പറയുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും പിന്നെ സന്ദേഹമാണ് യഥാർത്ഥത്തിൽ എന്ത് സ്റ്റാൻഡ് എടുക്കുമെന്നുള്ള കാര്യത്തിൽ. SLP ഫയൽ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒരു കാര്യം. സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമീപനം തോന്നുന്നു. സുപ്രീം കോടതി ഇത് പെട്ടെന്ന് തന്നെ പരിഹരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് കേസ് എടുത്തത്. അപ്പം അത് വിചാരണയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്, വാദം കേൾക്കാൻ വേണ്ടി. പക്ഷേ അതിപ്പോ ഏതാണ്ട് 6 മാസത്തോളമായി അത് വന്നിട്ട്. പക്ഷെ അതിന്റെ മുകളിൽ എന്തോ ഇടപെടലുണ്ടോ എന്നുള്ളത് നമുക്ക്. മാത്രമല്ല, ഈ എയ്ഡഡ് സ്കൂളുകളിലടക്കം സർക്കാർ ശമ്പളം നൽകുന്ന സ്ഥാപനങ്ങളൊക്കെ PSC വഴി നിയമനം വേണമെന്ന് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ പ്രപ്പോസൽ വന്നിട്ടുള്ളതാണ്. ഇപ്പൊ ഈ സർക്കാർ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ മറ്റെല്ലാ നിർദ്ദേശങ്ങളും നടപ്പാക്കാൻ സമ്മതിക്കുകയും പക്ഷെ ഇത് മാത്രം ഒഴിച്ചു നിർത്തുകയും ചെയ്യുന്നത് അല്ലേ? ശരിക്കും ഒരു പരിഹാരം എന്നുള്ള എനിക്ക് അതാണല്ലേ, PSC വഴിയിട്ടുള്ള നിയമനം എന്നുള്ളത് ഒരു പരിഹാരമായിട്ട് മുന്നോട്ട് വയ്ക്കാൻ. തീർച്ചയായിട്ടും അല്ലെ, അത് ചെയ്യാവുന്നതാണ്. കേരള ഗവൺമെന്റ് മാത്രം ഇപ്പൊ ഏറ്റവും അടുത്ത ഇപ്പം ഇവിടെ ആന്ധ്രയും തെലങ്കാനയും 2019-22 കാലഘട്ടത്തില് അവിടെ എന്ത് ചോദിച്ചാൽ ഈ പറഞ്ഞതുപോലെ എയ്ഡഡ് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അവര് വലിയൊരു അൾട്ടിമേറ്റം കൊടുക്കുന്നു. 2019 അവര് വിളിച്ചു പറയുന്നു, ഗവൺമെന്റ് ശമ്പളം കൊടുക്കുകയാണെങ്കിൽ ഗവൺമെന്റിനെ സ്ഥാപനം നടത്താൻ അനുവദിക്കുക, അതല്ല നിങ്ങൾ ശമ്പളം കൊടുത്തുകൊണ്ട് നിങ്ങൾ സ്ഥാപനം നടത്തിക്കുക എന്ന് പറഞ്ഞൊരു അൾട്ടിമേറ്റം കൊടുക്കുന്നു. 2020 അവര് പിന്നെ വീണ്ടും ചോദിക്കുന്നു എന്താണ് നിങ്ങളുടെ സ്റ്റാൻഡ് എന്ന്. അപ്പം അവര് സമ്മർദ്ദമാവുന്നു. അപ്പൊ ഗവൺമെന്റ് ഒരു ഓർഡിനൻസ് കൊണ്ടുവരുന്നു. ഇതുപോലെ തന്നെ വിദ്യാഭ്യാസ നിയമം അവിടെയുണ്ട്. ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകുന്ന, ശമ്പളം നൽകുന്ന ഒരു വ്യവസ്ഥ അവിടെ ഉണ്ട്. അത് അവര് ഒരു ഓർഡിനൻസിലൂടെ കട്ട് ചെയ്യുന്നു. അതോടുകൂടി ഭൂരിപക്ഷം സ്ഥാപനങ്ങളും ഗവൺമെന്റ് സ്ഥാപനങ്ങളായി തീരുന്നു. ഗവൺമെന്റ് സ്ഥാപനം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ നിയമന തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഒരു പ്രപ്പോസൽ അംഗീകരിക്കുന്ന സ്ഥാപനമായി മാറുന്നു. ന്യൂനപക്ഷമായിട്ടുള്ള വലിയ ചില സ്ഥാപനങ്ങൾ എന്ത് ചെയ്തു, അൺഎയ്ഡഡ് സ്ഥാപനങ്ങളായിട്ട് തുടർന്നു. അവർക്ക് അത്രയും ശേഷി, ഇത്രയും കാലം കൊണ്ട് അവർ അത്രയും ശേഷി ഉള്ള സംഘടനകളായി, സ്ഥാപനങ്ങളായി അവരെന്ത് ചെയ്തു, അൺഎയ്ഡഡ് സ്ഥാപനമായിരുന്നു നിന്നോളാം എന്ന് പറഞ്ഞ് അങ്ങനെ നിന്നു. അപ്പം ഈ 2019-22 കാലത്തില് നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിൽ നടന്നൊരു കാര്യമാണ്. ഇപ്പൊ കേരളത്തിൽ അവിടെ ഈ പറഞ്ഞോളം മാനേജ്മെന്റുകൾ വലിയ സമ്മർദ്ദമായിട്ട് വന്നു. പക്ഷെ 2 സംസ്ഥാനവും മുഖ്യമന്ത്രിമാരും വളരെ സ്ട്രോങ് ആയി നിന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. കേരളത്തിൽ അങ്ങനെ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ഇല്ല. അങ്ങനെ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ വളരെ തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ട് പരിഹരിക്കാവുന്നതാണ്. കാരണം ഈ വിഷയത്തിനകത്ത് സുപ്രീം കോടതിയുടെ 6 അംഗ ബെഞ്ചിന്റെ വിധിയുണ്ട്. മാത്രമല്ല 1960 59 വിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്നപ്പോൾ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയുടെ നിയമനം എന്ന് പറയുന്നത് PSC സെലക്ട് ചെയ്യുന്ന ലിസ്റ്റിൽ നിന്നായിരിക്കണമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ പറയുന്ന വിമോചന ലഹളയുടെ ശേഷം 1-ഉം 2-ഉം അമെന്റ്മെന്റുകൾ വരികയാണ്. ഈ 2ാമത്തെ അമെന്റ്മെന്റിലാണ് എന്ത് ചെയ്യുന്നത്, ഈ PSC ആയിരിക്കണം എന്നുള്ള നിയമനം റദ്ദ് ചെയ്ത് മാനേജ്മെന്റുകൾക്ക് വിട്ടുകൊടുക്കുന്നത്. അപ്പൊ അത് നിയമസഭയാണ് ആ തീരുമാനം എടുത്തത്, കോടതിയല്ല. സുപ്രീം കോടതി എന്ത് ചെയ്തു, ഡയറക്റ്റ് ചെയ്തു ഇത് നടപ്പാക്കാം, എയ്ഡഡ് മേഖലയിലെ നിയമനം PSCക്ക് വിടുന്നത് കുഴപ്പമല്ല എന്ന് സുപ്രീം കോടതി 6 അംഗ ബെഞ്ച് പറഞ്ഞിട്ടാണ് അങ്ങനെ നടന്നത്. അപ്പോ ഈ വിഷയത്തില് സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ യാതൊരു തടസ്സവുമില്ല, നിയമപരമായിട്ടുള്ള യാതൊരു തടസ്സവുമില്ല. ഒരു ദിവസം നിയമസഭ വിളിച്ചു ചേർക്കുകയും ഒരു A4 പേപ്പറിൽ അച്ചടി മഷി പുരളാൻ അത്രയും സിമ്പിളാണ്. പക്ഷെ ഇച്ഛാശക്തി വേണം, ഈ പറയുന്ന മാനേജ്മെന്റുകളുടെ സമ്മർദ്ദത്തെ അതിജീവിക്കാനുള്ള ശേഷി വേണം. ഇതാണ് പ്രധാനപ്പെട്ട ഈ അക്കാദമിക മേഖലയിലെ ഈ കക്ഷി രാഷ്ട്രീയവൽക്കരണം എന്ന് പറഞ്ഞൊരു വിഷയം. ആ കക്ഷി രാഷ്ട്രീയവൽക്കരണം ഈ ജാതി എന്ന് പറഞ്ഞ ഫാക്ടറിനെ സ്ഥാപനവൽക്കരിക്കുന്നതിൽ ഒരു ഫാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് പറയാമോ? അക്കാദമിക മേഖലയിലെ ജാതീയ സ്ഥാപനവൽക്കരിക്കുന്നതിൽ കക്ഷി രാഷ്ട്രീയവൽക്കരണം എത്രത്തോളം പങ്കുവഹിക്കുന്നുണ്ട്? അത് നമ്മൾ സാധാരണ സംഘപരിവാറിനെയാണ് പ്രതിക്കൂട്ടിൽ നിർത്താറ്. പക്ഷെ കേരളത്തിലെ കേസിലാണെങ്കിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലും മറ്റും ഈ ഇടതുപക്ഷത്തിന്റെ ഒരു വളരെ സങ്കുചിതമായിട്ടുള്ള തരത്തിലുള്ള ഇടപെടലുകളെ കുറിച്ചുള്ള വിമർശനങ്ങളും ഉയർന്നു വരാറുണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയാണ് ഒരു കക്ഷി രാഷ്ട്രീയം എങ്ങനെയാണ് ഈ കാസ്റ്റ് എന്നുള്ള ആ ഫാക്ടറിനെ കൈകാര്യം ചെയ്യുന്നത്? വളരെ കൃത്യമാണ്. അപ്പം ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മാത്രം ഉദാഹരണം എടുത്താൽ മതി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
പിന്നെ ഇവിടെ തൊട്ട് മുമ്പ് നടന്ന അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിന് വേണ്ടിയുള്ള അപേക്ഷ ക്ഷണിച്ചത് മുതൽ ആ പ്രശ്നം വരുന്നു. പിന്നെ അപേക്ഷ ക്ഷണിച്ചു, ഇന്റർവ്യൂ വന്നു, ഇന്റർവ്യൂ സമയത്തൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, അവര് നിയമന അവകാശം അല്ലെങ്കിൽ ഏതൊക്കെ വിഭാഗങ്ങൾക്കാണ് സംവരണമുള്ളത് എന്നുള്ളതൊന്നും ക്ലെയിം ചെയ്യുന്നില്ല. പുറത്തു വിടാതെയാണ് നിയമനം നടത്തിയത്. അതിൻ്റെ വലിയ കോലാഹലം വരുന്നു, ഹൈക്കോടതിയിൽ പോകുന്നു, സുപ്രീം കോടതിയിൽ പോകുന്നു, കേസ് നടക്കുന്നു, അനുകൂല വിധി വരുന്നു. അപ്പം 1-2 പേര് അവിടെ ഹൈക്കോടതിയുടെ സുപ്രീം കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് നിയമനം നടത്തിയാണ്. അപ്പൊ ഇപ്പോഴും ഇപ്പം ശ്യാംകുമാർ അടക്കമുള്ള 4 ദളിത് ഉദ്യോഗാർത്ഥികളുടെ നിയമനം ഇപ്പോഴും പെൻഡിങ്ങിലാണ്. അപ്പം അവര് നടത്തിയ PSC റൊട്ടേഷനിലാണ് അവര് പിന്നെ നിയമനം നടത്തിയെന്ന് പറയുന്നുണ്ടെങ്കിലും ആ റൊട്ടേഷൻ മാറ്റണമെന്നും ആ റൊട്ടേഷൻ മാറ്റിയിട്ട് വീണ്ടും റീഷെഡ്യൂൾ ചെയ്തുകൊണ്ട് പുറത്തുപോയ പട്ടികജാതിക്കാരായ അല്ലെങ്കിൽ മറ്റു വിഭാഗത്തിലുള്ള സംവരണീയരെ അതിനകത്ത് കയറ്റണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പിന്നെ സുപ്രീം കോടതി പറഞ്ഞതിന് ശേഷം ഹൈക്കോടതി 2 തവണ യൂണിവേഴ്സിറ്റിക്ക് നിർദ്ദേശം നൽകി. എന്നിട്ടും യൂണിവേഴ്സിറ്റി ഒന്നും പറയുന്നില്ല. എന്താണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്? യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അവിടെ ഭരണം നടത്തുന്ന സിൻഡിക്കേറ്റാണ്. ആ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ പാർട്ടികളാണ്. ഇടതുപക്ഷ സിൻഡിക്കേറ്റാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ളത്. ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ശ്യാംകുമാറിനെ പോലെ 4 ഉദ്യോഗാർത്ഥികൾ സുപ്രീം കോടതി കടന്ന് ഹൈക്കോടതിയുടെ 2 നിർദ്ദേശം നടന്നിട്ട് പോലും എന്തുകൊണ്ട് അവരെ നിയമിക്കുന്നില്ല? അതാണ് ജാതി എന്ന് പറയുന്നത്. അവരെ നിയമിക്കാൻ യാതൊരു തടസ്സവുമില്ല. സുപ്രീം കോടതി പറഞ്ഞു, ഹൈക്കോടതി 2 തവണ പറഞ്ഞു, എന്നിട്ട് നിയമനം നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവർ സംഘപരിവാറല്ല. ശ്യാംകുമാറിനെ പോലുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സവർണ ഹൈന്ദവ രാഷ്ട്രീയത്തെയും സാംസ്കാരികതയും എതിർക്കുന്ന ഒരാളാണ്, ഇന്റലക്ച്വലാണ്, അക്കാദമിഷ്യനാണ്. അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ എന്താണ് ഈ ക്യാമ്പസിന് അല്ലെങ്കിൽ ഈ സിൻഡിക്കേറ്റിന് എന്തുകൊണ്ടാണ് അവരെ ഉൾക്കൊള്ളാൻ കഴിയാത്തത്? പ്രധാനപ്പെട്ട കാര്യം, ഒരു പട്ടികജാതിക്കാരൻ അവിടെ വന്നിരിക്കുന്നത് മറ്റ് അവരുടെ ആൾക്കാരുടെ പ്രാതിനിധ്യത്തിന് വെല്ലുവിളിയാവും. ഒരു പട്ടികജാതിനെ എടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരാളെ, ഇപ്പം അവരുടെ രാഷ്ട്രീയ കക്ഷിയിലുള്ള ആളെ ഒരു പോസ്റ്റാണ് പോവുക. ഇതാണ്. അപ്പൊ ആ രീതിയിൽ വളരെ സങ്കുചിതമായ അക്കാദമിക് താല്പര്യങ്ങളൊന്നും ഇതിനകത്തില്ല, സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ അർത്ഥത്തിൽ ക്യാമ്പസുകളെല്ലാം, കേരളത്തിലെ എല്ലാ ഇന്റലക്ച്വൽസ് ജീവിക്കുന്ന ക്യാമ്പസുകളും എന്താണ് ഈ പറയുന്ന കക്ഷി രാഷ്ട്രീയത്തിന്റെ അകത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. രാഷ്ട്രീയ കക്ഷികളാണ് തീരുമാനമെടുക്കുന്നത്. ഇടതുപക്ഷ സിൻഡിക്കേറ്റ് ആണ് നടന്നത്. മന്ത്രി R. ബിന്ദു എന്ത് ചെയ്തു? ശ്യാംകുമാറിനെ നിയമിക്കണം എന്ന് പറഞ്ഞിട്ട് നോട്ട് കൊടുത്തു എന്നാണ് ശ്യാംകുമാർ എന്നെ പറഞ്ഞത്. പക്ഷെ അത് അംഗീകരിക്കാൻ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് തയ്യാറല്ല. ഇടതുപക്ഷ സിൻഡിക്കേറ്റ് പ്രോ ചാൻസലറുടെ താല്പര്യം പോലും പരിഗണിക്കാൻ സിൻഡിക്കേറ്റ് തയ്യാറാവുന്നു. അത്രയും സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തോടെയാണ് സർവകലാശാലകൾ അതിന്റെ ഭരണം നടത്തിക്കൊണ്ടു പോകുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പം ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല എടുത്താൽ ഇതിലും രൂക്ഷമാണെന്ന് പറയും പ്രശ്നങ്ങൾ. ഡൽഹിയിലെ IIT-യിൽ 2023-24 കാലത്തെ PhD അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അംബേദ്കർ പെരിയാർ ഫുലെ സ്റ്റഡി സർക്കിൾ വിവരാവകാശ രേഖയിലൂടെ ശേഖരിച്ചൊരു ഡാറ്റ ഉണ്ട്. അതിൽ 4226 SC ST OBC വിദ്യാർത്ഥികളാണ് അപേക്ഷകരായിട്ടുണ്ടായിരുന്നത്. അവരിൽ 203 പേർക്ക് മാത്രമാണ് അഡ്മിഷൻ കിട്ടിയത്. അതിൽ പെൺകുട്ടികളുള്ളത് വെറും 2 പെൺകുട്ടികളാണ്. അതായത് 132 ദളിത് ബഹുജന ആദിവാസി സീറ്റുകളാണ് നിഷേധിക്കപ്പെട്ടത്. 9 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒരു ST സ്റ്റുഡൻറ്റിന് പോലും പ്രവേശനം കൊടുത്തിട്ടില്ല. ഇത്തരം നിരവധി ഡാറ്റകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ട ഡാറ്റകളുണ്ട്, അതുപോലെയുള്ള സ്റ്റഡീസ് ഉണ്ട് ഇതുപോലെയുള്ള എക്സ്ക്ലൂഷനുമായിട്ട് ബന്ധപ്പെട്ട്. അതേസമയം തന്നെ ഈ എൻറോൾമെൻറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ധാരാളം വിദ്യാർത്ഥികൾ, ഈ വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഗവേഷണ മേഖലയിൽ, അതായത് ഒരു മുഖ്യധാര ഒരു വൈജ്ഞാനിക മേഖല മുന്നോട്ട് വയ്ക്കുന്ന, അതിനെ പൊളിക്കുന്ന, തകർത്ത് കളയുന്ന ഒരു ജ്ഞാന പദ്ധതി മുന്നോട്ട് വയ്ക്കുന്ന ഗവേഷണങ്ങൾ ധാരാളമായിട്ട് ഈ ദളിത് ഇപ്പോൾ കേരളത്തിൽ പോലും ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ തന്നെ സമീപകാലത്ത് ഏറ്റവും സജീവമായിട്ടുള്ള ഒരു ജ്ഞാന പദ്ധതിയൊക്കെ മുന്നോട്ട് വയ്ക്കപ്പെടുന്നത് ദളിത് ഗവേഷകരുടെ ഭാഗത്തു നിന്നാണ് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ അവസ്ഥ നോക്കിക്കഴിഞ്ഞാലും നിരവധി, അതായത് മുഖ്യധാര വൈജ്ഞാനികത മുന്നോട്ട് വയ്ക്കുന്ന തരത്തിലുള്ള എല്ലാ അടിസ്ഥാനങ്ങളെയും തകർത്ത് കളയുന്ന. അപ്പോൾ നമുക്ക് നോക്കുമ്പോഴേ
ഈ ഗവേഷണത്തിൽ നിന്നുള്ള പ്രത്യേകിച്ച് ഗവേഷണ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഗവേഷണ മേഖലയിലും എക്സ്ക്ലൂഷനെ എൻ്റെ എതിരെ നിൽക്കുന്ന ഈ സ്ഥാപനവൽക്കരണം ഉണ്ടല്ലോ, വരേണ്യമായിട്ടുള്ള സ്ഥാപനവൽക്കരണം, അതിനെ കുറേ കൂടി വിപുലമായിട്ട് തരത്തിൽ കാണേണ്ടതെന്ന് തോന്നുന്നു. അതായത് ഒരു സർവകലാശാലയുടെ ഒരു അഡ്മിഷൻ പ്രോസസ്സുമായിട്ട് മാത്രമല്ല അത് ബന്ധപ്പെട്ടിരിക്കുന്നത്, അത് പുറത്തുള്ള പൊതുസമൂഹത്തിൻ്റെയും വരേണ്യമായിട്ടുള്ള വൈജ്ഞാനികതയുടെയും ഒക്കെ ഒരു 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 ആക്രമണം ഈ വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. സിസ്റ്റമിക് ആയിട്ടുള്ള ആ ഒരു ഫണ്ടമെന്റൽസിനെ കുറേയും കൂടി വിപുലമായിട്ട് തലത്തിലേക്ക് വികസിപ്പിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. അപ്പം ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇപ്പം എൻറോൾമെന്റിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പം വിദ്യാർത്ഥികളുടെ ഒരു പ്രാതിനിധ്യം ബാലൻസ് ചെയ്ത് നിൽക്കുന്നത്. അതും ഈ അടുത്ത കാലത്ത് മണ്ഡൽ അനന്തരമാണ് യഥാർത്ഥത്തിൽ പിന്നോക്കരും ന്യൂനപക്ഷമായുള്ള വിദ്യാർത്ഥികള് ഇപ്പം പിന്നെ സർവകലാശാലകളിൽ നോർത്തിലൊക്കെ പ്രത്യേകിച്ച് JNU അടക്കമുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ കയറുന്നതിന്റെ ഭാഗമായിട്ടാണ്. അപ്പം അതിനെ ഒരു ഘട്ടത്തിൽ അവര് പ്രതിരോധിക്കാൻ തുടങ്ങിയില്ല. പക്ഷെ പിന്നീട് അവര് അതിന്റെ അപകടങ്ങൾ മനസ്സിലാക്കുകയും അതിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രതിരോധിക്കാൻ തുടങ്ങുന്നു എന്നാണ്. കാരണം അവിടെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ്, വൈജ്ഞാനികമായുള്ള പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് അത് ഈ പറയുന്ന ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു ബ്രാഹ്മണ്യ അല്ലെങ്കിൽ അതിനെ പൊളിക്കുന്ന രീതിയിൽ ചോദ്യം ചെയ്യുന്ന വൈജ്ഞാനിക തുറസുകൾ ഉണ്ടായി വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് അക്കാദമിയെ ഞെട്ടിക്കുന്നുണ്ട്. നേരത്തെ പിന്നെ അവര് കൊള്ളാം വിദ്യാർത്ഥികളല്ലേ എന്ന് പറഞ്ഞ് അവര്, പക്ഷെ പിന്നീട് അവര് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ ഇവരെ ഒഴിവാക്കാം എന്ന ആ ഒരു ഭാഗമായിട്ടാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഈ PMSS എന്ന് പറയുന്ന സ്കീമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സിസ്റ്റമാറ്റിക് ആയിട്ട് അവരെ എക്സ്ക്ലൂഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. സ്വാഭാവികമായിട്ട് അങ്ങ് കൊഴിഞ്ഞു പോകും. അപ്പം ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോവുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇവിടെ പ്രതിരോധങ്ങൾ ഉണ്ടാവുന്നു, പ്രതിഷേധം ഉണ്ടാവുന്നതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നു, സമൂഹത്തോട് സംസാരിക്കുന്നു. അപ്പം ഒന്ന് വിദ്യാർത്ഥികളുടെ എത്തുന്നില്ല. പക്ഷെ ഈ വിദ്യാർത്ഥികളുടെ അക്കമഡേറ്റ് ചെയ്യുന്ന സ്പേസുകളുണ്ട്. ഇപ്പൊ സർവകലാശാലകൾ, ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ഇപ്പൊ ശ്യാംകുമാർ ആയിക്കോട്ടെ, അവരൊക്കെ ഈ അക്കാദമി ഉൾക്കൊള്ളുന്നതോടുകൂടിയാണ് അവരുടെ വൈജ്ഞാനിക തുറസുകൾ ഉണ്ടാവുന്നു. മാത്രമല്ല പുതിയ വിദ്യാർത്ഥികൾക്ക് അവരുടെ പിന്നെ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ വിപുലപ്പെടുത്താൻ കഴിയും. അത്തരം സാധ്യതകൾ അടച്ചു കളയുന്നു. അപ്പൊ അവിടെയാണ് യഥാർത്ഥത്തിൽ ഇവര് വീണ്ടും ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നത്. അപ്പം ഓൾ ഇന്ത്യ സർവേ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ എല്ലാ വർഷവും നടത്തുന്നതാണ് പിന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. ഈ കഴിഞ്ഞ 22 റിപ്പോർട്ട് 24 വന്നത്, കോവിഡ് ഒക്കെ കാര്യമായിട്ട്. അതിനകത്തൊരു കാര്യം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഏതാണ്ട് 15 ലക്ഷത്തോളമാണ് ഇന്ത്യയിലെ ഉള്ള അധ്യാപകരുടെ, ഇപ്പൊ കോളേജുകൾ അടക്കമുള്ള സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെ എണ്ണം 15 ലക്ഷമാണ്. അതിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഏതാണ്ട് 1,90,000 25% പട്ടികജാതിക്കാരുണ്ട് ഇന്ത്യയില്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം 25% വേണം. അപ്പൊ 11% മാത്രമാണ് അവരുടെ പ്രാതിനിധ്യം. 10 അതായത് 11%, അവരുടെ 1,60,000 പോസ്റ്റുകൾ ഇനി ഒഴിഞ്ഞു കിടക്കുകയാണ് ഓൾ ഇന്ത്യ ലെവലിൽ. 1,60,000 1,60,000 പോസ്റ്റുകൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളാൽ ഫില്ല് ചെയ്യപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക? അവരുടെ കീഴിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഗവേഷണം ചെയ്യും. അവർ വലിയ വൈജ്ഞാനിക വിപ്ലവം ഉണ്ടാക്കും. ഇത് ഭയപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അതിനെ അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ RSSന്റെ നേരത്തെ അജണ്ട, RSSന്റെ 100ാം വർഷം ഉണ്ടാവുന്ന അവര് പ്ലാൻഡ് ആയിട്ട് വന്നു. അവർക്ക് ആ രീതിയിൽ വലിയ ഒരു ബൂസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിനകത്ത് അവർ ബൂസ്റ്റ് ചെയ്യും. RSSന്റെ എല്ലാ പദ്ധതികളും അവരുണ്ടാക്കുകയും ചെയ്യുന്നു. ഒരു ജാതീയമായിട്ടുള്ള ഒരു സവർണ ഇന്ത്യയാണ് അവരുണ്ടാക്കാൻ പോകുന്നത്. അവിടെ ആദിവാസികളോ ന്യൂനപക്ഷങ്ങളോ പിന്നോക്കരൊന്നും ഇല്ലാത്തൊരു ഹിന്ദിയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ എങ്ങനെ ഒഴിവാക്കാം? അതാണ് ഇപ്പൊ ഓൾ ഇന്ത്യ സർവേ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ വന്നു. ആ റിപ്പോർട്ടിൽ ഇത്രയും ആൾക്കാർ കുറവാണ്. ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരെണ്ണം ശ്യാംകുമാർ ഒക്കെ ഈ കൗണ്ടിങ്ങിൽ വരുന്നുണ്ട് ഇതേ കാലഘട്ടത്തിനകത്ത്. ഇതുപോലെ ആയിരക്കണക്കിന് പേര് വരുന്നു. അവര് എക്സ്ക്ലൂഡഡ് ആണ് ആൾറെഡി.
ഇങ്ങനെയാണ് അതിന് മറികടക്കുന്നത് യഥാർത്ഥത്തിൽ. ഇപ്പൊ അതെ. പഠിച്ചു വന്നോട്ടെ കുഴപ്പമില്ല, ഉം. ആ ഒരു ഉദ്യോഗത്തിൽ ഏതെങ്കിലും ഒരു സർവകലാശാല ഇരുന്നാൽ, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിനകത്ത് ഇരുന്നാൽ, ഉം. അവരെ കീഴിൽ 4 ഗവേഷകർ വന്നാൽ ഉം. അവർ അതിന് ഭയപ്പെടുന്നു എന്നുള്ളതാണ് യഥാർത്ഥം. അതെ. ഇപ്പൊ ഈ ഒരു പദ്ധതിയുടെ വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു ഒരു സാധനമാണെന്ന് പറയാം NEP, അതെ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അതെ അപ്പൊ അതില് മെറിറ്റിന് കൊടുക്കുന്ന ഊന്നല്, അതെ അതുപോലെ മത്സരാധിഷ്ഠിതമായിട്ടുള്ള വിപണിക്ക് കൊടുക്കുന്ന ഊന്നല്, അതൊക്കെ എക്സ്ക്ലൂഷനെ ത്വരിതപ്പെടുത്തുകയല്ലേ ചെയ്യുക? തീർച്ചയായിട്ടും. അല്ലേ? അതെ, എനിക്ക് മനസ്സിലായതോടും ഇപ്പം ഈ പറയുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗം എന്നൊരു വിഭാഗത്തെ അതിനകത്ത് അടയാളപ്പെടുത്തുന്നില്ല. അതെ അതെ. എവിടെ നോക്കിയാലും കാണില്ല. ആ. അതൊരു പ്രത്യേക ഒരു തേർഡ് സർക്കിൾ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇതാരാണ് പിന്നോക്കം? അതൊക്കെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മനുഷ്യർ എന്നുള്ള രീതിയിലുള്ള ഒരു ക്രൈറ്റീരിയയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ജാതി ഉണ്ടെന്നോ ജാതി വിവേചനങ്ങൾ ഉണ്ടെന്നോ അത്തരം ചരിത്രങ്ങളെ ഈ പറയുന്ന പുതിയ വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ നിന്ന് ഒഴിവാക്കണം. അതിന്റെ ചരിത്രം തന്നെ അവർക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് NEP-ൽ പോലും ഇത്തരം പ്രാതിനിധ്യങ്ങളെ ഒഴിവാക്കുന്നത്. അതതിന്റെ ബേസാണ്. ബാക്കി കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ.